നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചാർജ് എടുത്ത മുൻ ചീഫ് സെക്രട്ടറിയായ കെ ജയകുമാർ IAS നിർണായകമായ ചില മാറ്റങ്ങൾ ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. ഇന്നിപ്പോൾ ശബരിമലയിലെ തീർത്ഥാടന കാലം എങ്ങനെയെല്ലാം സുഗമമാക്കാം എന്നുള്ള വിഷയത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി N വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം നടക്കുന്ന സാഹചര്യത്തിൽ അതിന് തൊട്ടു മുമ്പ് തന്നെയാണ് കെ ജയകുമാറിന്റെ കൃത്യമായ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹമായ സാഹചര്യങ്ങളിലേക്ക് SITയുടെ അന്വേഷണം കടന്നു ചെല്ലുമ്പോൾ ശബരിമലയിൽ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും ഒക്കെ ആയിരുന്ന ആളുകൾ കള്ള മിനിറ്റ്സ് വരെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ശബരിമലയിലെ മിനിറ്റ്സിൽ വരെ യോഗത്തിന്റെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മിനിറ്റ്സിൽ വരെ കൃത്രിമം കാണിച്ച് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം ശബരിമലയിൽ നിന്നും അടിച്ചു കൊണ്ടുപോയി എന്ന് ജനം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ SIT കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇനി അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കൊള്ളകളും കള്ളക്കടത്തും താൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി N വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കുമെല്ലാം കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് കരണമടിച്ചു പുകയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായ കെ ജയകുമാറിന്റെ ഉത്തരവ് ഇറങ്ങുന്നത്. ആ ഉത്തരവ് ഇങ്ങനെയാണ് പറയുന്നത്. ഉത്തരവിന്റെ സാരം ഇതാണ്: ശബരിമലയിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം ചേരുമ്പോൾ ഈ യോഗം ചേരുന്നതിന് മുമ്പായിക്കൊണ്ട് ആ യോഗത്തിൽ എന്തൊക്കെയാണ് അജണ്ട എന്നുള്ളത് കൃത്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയിച്ചിരിക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രേഖാമൂലമുള്ള അനുമതി കൂടാതെ ശബരിമലയിൽ ദേവസ്വം ബോർഡ് ചേരുകയോ ആ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ തീരുമാനം മുൻകൂട്ടിയുള്ള തീരുമാനങ്ങൾ ഇല്ലാതെ അജണ്ടയിൽ യാതൊരു തരത്തിലുള്ള വിഷയങ്ങളും ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെ കെ ജയകുമാർ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഇത് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും മുഖ്യമന്ത്രി പിണറായി വിജയനും കനത്ത പ്രഹരം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം ശബരിമല ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായും കമ്മീഷണറായും എല്ലാം CPM നിയോഗിച്ചിരിക്കുന്നത് അവരുടെ പിണിയാളുകളിൽ തന്നെയാണ്. അവർ പറയുന്നിടത്ത് ഒപ്പിടണം, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെയും മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയും എല്ലാം അവിടെ നിയമിച്ചത്. എന്നാൽ അവർ CPMന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറി ശബരിമലയെ മുച്ചൂടും മുടിച്ചു ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം അടിച്ചു കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും അവർ പറയുന്ന, അതായത് CPM പറയുന്ന സ്ഥാനത്ത്, അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സ്ഥാനത്ത് തുല്യം ചാർത്തലല്ല തന്റെ പണി. ശബരിമല ദേവസ്വത്തിൽ നിന്നും ശബരിമലയിൽ നിന്നും ഇനി ശാസ്താവിന്റെ ഒരു തരി പൊന്നോ 5 നയാ പൈസയോ കടത്താൻ താൻ സമ്മതിക്കില്ല. തന്റെ അനുമതി കൂടാതെ ശബരിമലയിൽ യാതൊരു തരത്തിലുള്ള മരാമത്ത് പണികളോ ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിക്കില്ല. ശബരിമലയിൽ ഒരു കൃഷ്ണ തുളസി ഇല പോലും താൻ അറിയാതെ തുള്ളാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായ കെ ജയകുമാർ ഇങ്ങനെയൊരു ഉത്തരവിറക്കിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ തന്റെ മുൻകൂർ അനുമതി വാങ്ങിക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അജണ്ടയിൽ പോലും യോഗത്തിൽ യാതൊരു കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടി അതിന് മുൻകൂർ തന്റെ അനുമതി മേടിച്ച് രേഖാമൂലം ഉത്തരവ് വാങ്ങിയതിനു ശേഷം മാത്രമേ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ പോലും അജണ്ടയായി അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ഇനി തിരിവയ്ക്കാൻ എണ്ണ മേടിക്കുന്നതിനോ തിരിമേടിക്കുന്നതിനോ മാല മേടിക്കുന്നതിനോ വരെ മുൻകൂട്ടി ദേവസ്വം പ്രസിഡന്റിന്റെ അനുമതി രേഖാമൂലം വാങ്ങി, ആ രേഖാമൂലം വാങ്ങിയ അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ അജണ്ടയായി സമർപ്പിച്ച് അതിനുശേഷം മാത്രമേ തീരുമാനം കൈക്കൊള്ളാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നടക്കാനിടയുള്ള എല്ലാ കൊള്ളകളും സാമ്പത്തിക കള്ളത്തരങ്ങളും പൊളിച്ചടുക്കിയിരിക്കുന്നു ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായ കെ ജയകുമാർ നേരത്തെ തന്നെ ശബരിമലയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി IAS ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന്റെ നിർലോഭമായ സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം അനുഭവ പരിജ്ഞാനത്തിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരിക്കുന്ന നാണക്കേട് മാറ്റുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അമരത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രിയുമെല്ലാം കെ ജയകുമാറിനെ പിടിച്ച് ഇരുത്തുമ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ CPM അടപടലം പെട്ട് നാറിയിരിക്കുന്നു. ആ നാറ്റം അല്പമെങ്കിലും മാറ്റുന്നതിന് വേണ്ടി, പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന് പേരുകെട്ട കെ ജയകുമാറിനെ വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിണറായി വിജയനും വാസവനും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ CPMന്റെ താളത്തിനൊത്ത് തുള്ളുന്ന കളിപ്പാവയായിരിക്കില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് കെ ജയകുമാർ എന്നുള്ള
കൃത്യമായ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ജയകുമാർ കൊടുത്തിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ജയകുമാറിന്റെ ഈ ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിച്ചിരുന്ന അല്ലെങ്കിൽ അജ്ഞാതമായി കളിപ്പാവ് പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തും കൺവീനർ സ്ഥാനത്തും ഉള്ള ആളുകളെ ചരടിൽ കളിപ്പാവ് പോലെ നിയന്ത്രിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്കുമെല്ലാം കൃത്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ കരണത്ത് കൃത്യമായ ഒരു അടി കൊടുത്തുകൊണ്ട് താക്കീത് കൊടുത്തുകൊണ്ട് തന്നെ ജയകുമാറിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ശബരിമലയിൽ ഒരു കാരണവശാലും ഒരു തീരുമാനങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻകൂർ അനുമതിയില്ലാതെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ തന്റെ അനുമതിയില്ലാതെ യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഒരു കാര്യങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് തന്നെ കൃത്യമായ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഇത് കൃത്യമായി തന്നെ പാലിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി നടപടിയെടുക്കാൻ തനിക്ക് അറിയാം എന്നുള്ള സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെ ശബരിമലയിൽ ഇനി ഒരു തരത്തിലുള്ള കൊള്ളയും സാമ്പത്തിക ക്രമക്കേടുകളും താൻ അനുവദിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കെ ജയകുമാർ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ അത് ദേവസ്വം വകുപ്പിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തലയിൽ വീണ അശനിവാദം തന്നെയാണ്. തലയിൽ മൃഗം തലയിൽ കൂടത്തിന് അടിയേറ്റതുപോലെ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ശബരിമലയിൽ ഈ തീർത്ഥാടന കാലമെങ്കിലും ഇനി കൊള്ളയുണ്ടാകില്ല, സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം, ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം.